ഇനി അടുത്തായിട്ട് 2 ടാസ്ക് ആണ് നമുക്കുള്ളത് കേട്ടോ. ഒന്നുമില്ല. ഹലോ, ടാസ്ക് ആരംഭിക്കാം. 10 ലക്ഷം രൂപ പ്രൈസ് മണി. 10 ലക്ഷം രൂപ അങ്ങനെ മൂടൊന്നും പോയിട്ടില്ല. അതാരോ ചെയ്ത തെറ്റു. അതിനിപ്പോ എന്താ 10 ലക്ഷം രൂപ പറ. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടാസ്ക് ആണ് ഇവിടെ ഉള്ളത്. തിരിഞ്ഞും മറിഞ്ഞും. ചേട്ടാ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയായിരിക്കും. അതല്ല പിന്നെ ഇരിക്കെ ക്യാരക്ടർ നമ്മൾ മാറണം, മനസ്സിലായോ? ക്യാരക്ടർ മാറണം. നിങ്ങള് ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്. നിങ്ങള് ഭാര്യയാകണം, ഇത് ഭർത്താവാകണം. അതാണ് നമ്മുടെ. അയ്യോ മീശ എങ്ങനെ വെക്കും? അല്ല മീശ വെക്കണ്ട. മീശ വേണ്ട. നമ്മള് വീട്ടിൽ സാധാരണ നമ്മൾ ദിനചര്യ ചെയ്യുമല്ലോ. ഇപ്പൊ രാവിലെ ഉദാഹരണത്തിന് ദിനചര്യകൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചേച്ചി ചായ കൊണ്ട് കൊടുക്കുമല്ലോ, അത് നമ്മൾ തിരിച്ചു ചെയ്യണം. നിങ്ങളാണും പെണ്ണും. ശരി, അത്രല്ലേ ഉള്ളൂ. നമ്മുടെ ടാസ്ക് ഭയങ്കര ഇതാണ്. 10 ലക്ഷം രൂപയല്ലേ? 10 ലക്ഷം രൂപയാണ് ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ. ശരി, നമ്മുടെ ടാസ്ക് ആരംഭിക്കുകയാണ്. ഓക്കെ. ഓ, ഇന്നത്തെ പത്രത്തിൽ വലിയ ന്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇത് സാവിത്രി 1 2 3 ഒന്നും പറയണ്ട, നേരെ അങ്ങ് ചെന്നു. 1 2 3 അല്ല, സാവിത്രി എന്ന് വിളിച്ചാ. സാവിത്രി എന്ന് വിളിച്ചാ. ശരി. സാവിത്രി ചായ ഉണ്ടോ നോടി? മധുരമില്ലാത്ത ചായ കൊണ്ടുവരുന്നേ. നിനക്കറിയത്തില്ല എനിക്ക് മധുരം വേണമെന്ന്. ചേട്ടന് ഷുഗർ അല്ലേ? ചേട്ടന് ഷുഗർ വന്ന് നീ തീരുമാനിച്ചപ്പോ ചേട്ടന് ഷുഗർ വന്ന് നീ തീരുമാനിക്കുന്നത് വേനെടുത്തോട്ടോ. എന്തോ എനിക്ക് ഒന്നാമത് മനസ്സിൽ കിടക്കുക മറ്റേ സംഭവം. ഗുഹയിലേക്ക് പോകണ്ട, പ്ലീസ്. ഗുഹയിലേക്ക് പോകണ്ട. ഒന്നാമത്തെ ടാസ്ക് ഏകദേശം നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഫൈനലിൽ നമുക്ക് മാർക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ പുതുമയൊന്നും ഇല്ലായിരുന്നു. പുതുമയില്ലായിരുന്നു. രണ്ടാമത്തെ ടാസ്ക് ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇങ്ങനെ തന്നെ. ശബ്ദം മാറ്റിയെന്നുള്ളൂ ഇവിടെ. ആണോ? ചേട്ടൻ എന്നും എനിക്ക് ബെഡ് കോഫി കൊണ്ട് തരുന്നേ. ഇങ്ങനെ തന്നെയാണല്ലേ വീട്ടില്. എന്തായാലും നമുക്ക് പുതുമയുള്ളത് പുതുമയുള്ളത് അടുത്ത നമുക്ക് പാത്ര സൃഷ്ടിയാണ്. പാത്ര സൃഷ്ടി. പാത്രമാകണം. നീ അണ്ടാവും, ഞാൻ കിണ്ടിയാവും. അങ്ങനെയാണോ? അതാണോ? അങ്ങനെയാണോ ഞാൻ പറയണേ? പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മളൊരു കഥാപാത്രമാണ്. ഇപ്പൊ നിങ്ങളൊരു ക്യാരക്ടർ ആയില്ലേ? ഭാര്യ ഭർത്താവാകുന്നു, ഭർത്താവ് ഭാര്യ. അതുപോലെ തിരിച്ച് നമ്മൾ വേറൊരു ക്യാരക്ടറാണ്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നമ്മൾ 3 വർഷം. 3 വർഷം. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് വരികയാണ്. വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ ഒരു ഡയലോഗ് പറയുന്നു, ഭാര്യ അതിന് മറുപടി പറയുന്നു. ഈ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സിന്ദൂരം ചാർത്തി ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഡയലോഗ് ഞാൻ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ആദ്യം ചെല്ലണമല്ലോ. അപ്പൊ സിന്ദൂരം സിന്ദൂരില്ലേ? ഇല്ല. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ. അത് സിന്ദൂരം കൊണ്ടുവന്ന് പറഞ്ഞു. സിന്ദൂരം അല്ല, ആക്ഷൻ കാണിച്ചാൽ മതി. അല്ല വേണ്ട, ഞാൻ അതിൽ കത്തിയുണ്ട്. ഞാൻ ഈ പാചകക്കാരനെ കൈ മുറിച്ചിട്ട് ഞാൻ തൊട്ടാ. അതൊന്നും വേണ്ട. അല്ല, അത് ചെയ്യാം. കാരണം 10 ലക്ഷം രൂപ കിട്ടണമല്ലോ. ഞാൻ ചെയ്തോളാം. അല്ല, ടാസ്ക് നമ്മൾ എത്രയ്ക്കും റിസ്ക് എടുക്കുന്നു അത്രയ്ക്കും നമുക്ക് പൈസ കിട്ടും. എന്നാൽ അത് റിസ്ക് ആണ്. വേണ്ട ചേട്ടൻ മുറിക്കണം. എനിക്ക് ചോര കൊണ്ട് വെപ്രാളം വരും. നീ ഇങ്ങോട്ട് നോക്കാതിരുന്നാ മതി, ഞങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. ടാസ്ക് ആരംഭിക്കാം. 2 ഡയലോഗ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയും. നിങ്ങൾ പ്രിയ, എന്റെ ജീവിതത്തിൽ നിന്നെ ഭാര്യയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ. ചേട്ടൻ പ്രിയ, നിന്നെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയേ, നിന്നെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഡയലോഗ് ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഉത്കർഷമായ ആത്മഹർഷത്തോടെ നിങ്ങളെ ഞാൻ എന്റെ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നിസാര സംഭവല്ലേ? ഈ പറഞ്ഞു കഴിയുമ്പോ തന്നെ ചേട്ടൻ ആ ഡയലോഗ് കഴിയുമ്പോഴല്ലേ? പെട്ടെന്നാട്ടെ കേട്ടോ. പേടിയാ. ഞാൻ മുറിക്കുമ്പോ ഇങ്ങോട്ട് മുറിച്ചിട്ട് തിരിഞ്ഞു നിന്ന് മുറിച്ചു. എനിക്ക് പേടിയാ. അതാ തിരിഞ്ഞു നിന്ന് മുറിക്കും. അപ്പൊ ആക്ഷൻ പെട്ടെന്നാട്ടെ. പ്രിയേ, എങ്ങനെയാ? പ്രിയ, എന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. പ്രിയേ, നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. മുറിച്ചോ. പറ ഡയലോഗ്. പുള്ളി വരുമ്പോഴേ ഞാൻ പറഞ്ഞോളാരോ. പറ ചോര വന്നു. പറയടി. ചോര ഉത്കൃഷ്ടമായ അതൊന്ന് പറഞ്ഞേ. ഉത്കൃഷ്ടമായ ആത്മഹർഷ ചോര വരുന്ന ഉത്കൃഷ്ടമായ. ആ ഗെയിം ഇനി നടക്കൂല. എന്ത് കോപ്പാടി നീ കാണാപ്പാടം പിടിച്ചിട്ട് ഈ ചോര പെട്ടെന്ന്. അല്ല, മാഡം തെറ്റിക്കൊന്നും പറഞ്ഞില്ല. മാഡം കൃത്യമായിട്ട് പറയുന്നു. എനിക്കറിയാം. അല്ല, ഇനിയിപ്പം ഈ ചോര തന്നെ മതി, കുഴപ്പമില്ല. ഇനി ആ ചോര പറ്റി ഞാൻ കുടിച്ചു തീർത്തില്ലേ? ഇനി ഉണ്ടാവില്ലല്ലോ. അത് ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്താ ചെയ്യും? അല്ല, 10 ലക്ഷം രൂപ ടാസ്ക് നടക്കും. നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നു അത്രത്തോളം നമുക്ക് പൈസ ഇങ്ങനെ വന്ന് ചേരുകയാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്താലോ? ടാസ്ക് അല്ലേ? ഞരമ്പങ്ങ് കുറിച്ചാലോ? അല്ല, അത്
അല്ലെന്ന് 10 ലക്ഷം രൂപ അല്ല, കിട്ടണല്ലേ? 10 ലക്ഷം രൂപ സമ്മാനം. ഡയലോഗ് പറയുന്ന അപ്പൊ തന്നെ ഞാൻ തോർത്തിട്ട് ഇവിടെ കിട്ടുന്നു. നേരെ ഹോസ്പിറ്റലിൽ 10 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഞാൻ ഒന്ന് കൂട്ടി കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. ഒരു മിനിറ്റ്. ഉത്കൃഷ്ടം കഴിഞ്ഞെന്ത് വരുന്നു? ആത്മകർഷം. ആത്മകർഷം. പറ ടൈം പാസ്. തെറ്റിക്കത്തില്ല. പ്രിയേ, എന്തോ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെ ഓക്കെ. മാറിയെന്ന് മുറിക്ക്. എനിക്ക് പേടിക്കാൻ മാറിയെന്ന് മുറിക്ക്. എടി വേഗം പറയണം കേട്ടോ. ഇത് ചോര പറഞ്ഞോ. അയ്യോ എടി ചോര പോയി, ഞാൻ ചാവുന്നു. ഇവളെന്തോ ഈ കാണികൃഷ്ടമായ ഉത്കൃഷ്ടമായ ആത്മകർഷത്തോടെ ആത്മകർഷം. എന്റെ അമ്മേ. കരവ് മുറിക്കാൻ. എന്റെ ചേട്ടാ, ചേട്ടാ എഴുന്നേക്കേട്ടാ, ചേട്ടാ എഴുന്നേക്കേട്ടാ. ഞാൻ പറഞ്ഞതാണ്. എന്റെ ഭർത്താവ് ചോർന്ന വാർത്ത തീർന്നടാ. നീ എന്ത് പരിപാടിയോ കാണിച്ചേ? നീ ഇവിടെ എന്ത് പരിപാടിയോ കാണിച്ചേ? പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട്. വായിക്കൊള്ളാത്ത ഡയലോഗ് എടുത്ത് വെച്ചിട്ടാണോ മനുഷ്യനെ പറ്റിക്കുന്നത്? ടാസ്കാണ് ഇത്. ടാസ്ക് നിന്റെ ഇടിവെട്ടി എഴുതി വെച്ചേക്കുന്ന നിന്റെ സാധനങ്ങൾ നിന്നെ കൊല്ലുന്നിന്റെ ഇടിവെട്ട് ഫാമിലി കൊന്നുകളെന്തിനെ? അവന്റെ ഒരു വന്ന ഡയലോഗ് ഉത്കൃഷ്ടമായ ആത്മകർഷത്തോടെ നിന്നെ പ്രസുദ്ധ വധുവായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതാണ് എത്ര വലിയ കാര്യം. ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.